ഒരു സീരിയൽ ആന്ത്രപ്രന്യൂർ എന്നുള്ള രീതിയിൽ ഞാൻ പലതരത്തിലുള്ള ബിസിനസ്സുകളിൽ വെഞ്ചർ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഹ്യൂജ് സെയിൽസ് ഓർഗനൈസേഷൻ എനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. ഇൻഫാക്റ്റ് ഇയർലി ടേൺ ഓവർ 100 കോടിയോളം ടേൺ ഓവർ ചെയ്യുന്ന ഒരു സെയിൽസ് ഓർഗനൈസേഷൻ ഞാൻ നാഷണൽ ലെവലിൽ ബിൽഡ് ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ 1-2 റിസോർട്ടുകൾ ബിൽഡ് ചെയ്തു. IT കമ്പനി, അങ്ങനെ പല ബിസിനസ്സുകളിൽ എൻ്റർ ചെയ്തു. പല ബിസിനസ്സുകൾ ചെയ്തു. അത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അതേപോലെ ആ ബിസിനസ്സിൻ്റെ കോംപ്ലിക്കേഷൻസ്, ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചലഞ്ചസ്. ഓഫ് കോഴ്സ് പല കാര്യങ്ങളും മിക്ക ബിസിനസ്സുകളിലും ഒരേപോലെ ആണെങ്കിൽ തന്നെ ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുമുണ്ട്. ഇൻഫാക്റ്റ് ഒരു ബിസിനസ് കോച്ച് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, മറ്റ് പല ആൾക്കാരും എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കൂടുതലും ചോദിക്കാറുള്ള ഒരു ചോദ്യം, വാട്ട് നോട്ട് ടു ബി ഡൺ, എന്ത് മിസ്റ്റേക്കാണ് ഞാൻ ചെയ്യരുതാത്തത് എന്നുള്ളതാണ്. ഇൻഫാക്റ്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാട്ട് ടു ബി ഡൺ എന്ന് പറയുന്ന പോലെ തന്നെ വാട്ട് നോട്ട് ടു ബി ഡൺ എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഒരു ബിസിനസ്, എനിക്ക് തോന്നുന്നു 2005 മറ്റാണ് കൊച്ചി ബേസ് ചെയ്ത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. IT ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. IT ഫിനിഷിംഗ് സ്കൂൾ ഇൻഫാക്റ്റ് അത് 2-3 യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അവർ ഒരു ബ്രില്യൻ്റ് ഐഡിയ ആയിട്ട്, എനിക്കത് വളരെ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. കാരണം IT എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസും അതേപോലുള്ള IT റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ എടുക്കുന്ന എംപ്ലോയേഴ്സ് അവർ അതിനുശേഷം 5 to 6 months ഈ കുട്ടികളെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഈ 5 to 6 months ആക്ച്വലി ഇവരെ ട്രെയിൻ ചെയ്യണം. ഓൺ ദ ജോബ് ട്രെയിൻ ചെയ്ത ശേഷം മാത്രമേ അവരെ ജോബിലേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. സോ ഒരു ജോബ് റെഡിനെസ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഫാക്ടറാണ്. അന്ന് പല റിപ്പോർട്ട്സും സൂചിപ്പിക്കുകയുണ്ടായി, ഈ ജോബ് റെഡിനെസ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ റെഡി ടു ഗെറ്റ് ഇൻ ടു എ ജോബ് അല്ല, 4-5 വർഷത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം അവർക്കൊരു ജോബിലേക്ക് അവരെ നേരെ ഇൻഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ള വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മളൊരു IT ഫിനിഷിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ഇൻഫാക്റ്റ് എനിക്കറിയില്ലാത്തൊരു ഫീൽഡാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ അടുത്ത് വന്ന് ഈ ഐഡിയ ഞാനുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളിത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് അവരാരും ഒരു IT ഫിനിഷിംഗ് സ്കൂൾ നടത്തിയ എക്സ്പീരിയൻസ് ഇല്ല. ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എക്സ്പെർട്ടൈസ് ഉള്ളവരുണ്ടായിരുന്നു. ആ രീതിയിലാണ് നമ്മൾ ആ ബിസിനസ്സിലേക്ക് വന്നത്. ഇൻഫാക്റ്റ് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോടു കൂടിയാണ് തുടങ്ങിയത്. നല്ല രീതിയിൽ വലിയൊരു റെസ്പോൺസ് തുടക്കത്തിൽ തന്നെ കിട്ടി. ഈവൻ മീഡിയ വളരെ ഭംഗിയായിട്ട് അത് ക്യാരി ചെയ്തു. ഗംഭീരമായിട്ട് അതിൽ ആദ്യത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് വന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ള കോൺസെപ്റ്റ് മനുഷ്യർക്ക് മനസ്സിലായി. പല ആൾക്കാരും വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത്. ആ ഒരു കോൺസെപ്റ്റ് വളരെ ഏർലി ആയി പോയി എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കാം. സം ഓർ അതർ ആക്ച്വലി ആ ബിസിനസ്സിനെ ഫർദർ ടേക്ക് ഓഫ് ചെയ്യിക്കാൻ നമുക്ക് സാധിച്ചില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫെയിൽഡ് ബിസിനസ്സസ്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു പരാജയപ്പെട്ട ബിസിനസ്സുകളിൽ ഒന്നാണ്. അത് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് എനിക്കത് മനസ്സിലാക്കിയ ഒരു കാര്യം, ശരിയായ സമയത്ത് ശരിയായ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഫാക്ടറാണ്. അത് ഏറ്റവും വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ഓരോ സമയത്തിൻ്റേതായിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. ആ സമയത്ത് ആ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. ഈ എൻട്രി ടൈം കറക്റ്റ് ആയാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. സക്സസ്ഫുൾ ആയിട്ടുള്ള മിക്ക ബിസിനസ്സുകാരും അവരുടെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഐ വാസ് ഇൻ ദ റൈറ്റ് ബിസിനസ് ഇൻ ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ് ശരിയായ സമയത്ത് ഉള്ളൊരു ബിസിനസ് ആണോ? ഈ ബിസിനസ്സിന് ഇന്നത്തെ റിലവൻസ് എന്താണ്? പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നും വളരെ ആവേശത്തോടുകൂടി കോടികൾ മുടക്കി സൂപ്പർ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി അത്തരത്തിലുള്ളൊരു ബിസിനസ് മോഡൽ ഇന്ന് എന്തുമാത്രം വയബിലിറ്റി ഉണ്ട്? അതോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറേ കൂടി ഹയർ ലെവലിൽ, ഒരു മിഡ് ലെവലിൽ നിൽക്കാതെ ഒരു ഹയർ ലെവൽ, ഒരു ഹൈപ്പർ മാർക്കറ്റ് സ്കെയിലിലേക്ക് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ടെക്നോളജി വന്ന സ്ഥിതിക്ക്, ടെക്നോളജിയുടെ കാലത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് ഒരു 3 വർഷം കഴിഞ്ഞാൽ റിലവൻസ് ഉണ്ടാകുമോ? ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഗൂഗിളിൻ്റെ തന്നെ സിഇഒയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ്, ഈ ഗാഡ്ഗറ്റ്സ് ഒക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, കളയരുത്. കാരണം 5 വർഷത്തിന് ശേഷം അതിനെല്ലാത്തിനും ആൻറ്റിക് വാല്യൂ കിട്ടുന്നതാണ്. ദാറ്റ് മീൻസ് 5 വർഷം കൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും, ഇന്ന് കാണുന്ന ലാപ്ടോപ്പോ, ഇന്ന് കാണുന്ന ഐപാഡോ, ഇന്ന് കാണുന്ന മൊബൈൽ ഫോണുകളൊക്കെ മാറി അവിടെ ആക്ച്വലി അതിനൊക്കെ ആൻറ്റിക് വാല്യൂവിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. സോ ദാറ്റ് മീൻസ് ആ ബിസിനസ്സിൻ്റെ ഒക്കെ എക്സിസ്റ്റൻസ് എന്തുമാത്രം ഉണ്ടാവും. ക്യാനനും നിക്കോണും, ഇഫ് യു തിങ്ക് അബൌട്ട് ദീസ് 2 കമ്പനീസ്, ഈ 2 കമ്പനികളും വളരെ സക്സസ്ഫുൾ ആയി, വളരെ മേജർ ആയിട്ടുള്ള ക്യാമറ മാനുഫാക്ചറിങ് കമ്പനീസ് ആയിരുന്നു. ഇന്ന് ആ കമ്പനികൾ എവിടെയാണ്? എന്താണ് ഇതിൻ്റെ പൊസിഷൻ? എന്താണ് അവർക്ക് സംഭവിച്ചത്?
സംഭവിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചു. അവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവരൊരിക്കലും കരുതിയില്ല അവരുടെ ആക്ച്വൽ കോമ്പറ്റീഷൻ വരുന്നത് പുറത്തുനിന്നാണെന്ന്. മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം കോളുകൾ നടത്താൻ വേണ്ടിയുള്ളൊരു സാധനമായി കരുതിയിരുന്നത് മാറി മൊബൈൽ ഫോണിൽ ക്യാമറ ഫിക്സ് ചെയ്ത് വന്നതോടുകൂടി അത് ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫിയിലെ കംപ്ലീറ്റ് ഒരു പുതിയ റെവല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ പല ആൾക്കാരും അത് ശ്രദ്ധിച്ചില്ല. ആൻഡ് ദേ ബിക്കേം ഔട്ട് ഓഫ് ബിസിനസ്. ട്രാവൽ ഏജൻസികൾ ഓരോ വർഷവും ഇന്ത്യയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എവറി ഇയർ 100% പോലും പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മളുടെ എയറിൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 100% ഓരോ വർഷവും ഗ്രോ ചെയ്യുകയാണ്. പക്ഷേ ട്രാവൽ ഏജൻസികളുടെ ബിസിനസ് അടിക്കടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ ബുക്കിംഗ് എന്നുള്ള കോൺസെപ്റ്റ് വന്ന് പൂർണ്ണമായിട്ടും ട്രാവൽ ഏജൻസ് എന്നുള്ള ബിസിനസ്സിനെ തന്നെ പൂർണ്ണമായി അഫക്റ്റ് ചെയ്തു തുടങ്ങി. ഇത് മനസ്സിലാക്കാതെ ഇതിനെ മുന്നിൽ കാണാതെ പല ആൾക്കാരും അവരുടെ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു അവർ ക്രാഷ് ചെയ്തു. സോ ശരിയായ സമയത്ത് ശരിയായ ബിസിനസ്സിൽ ഉണ്ടാവുക. അത് ഇനി വരാൻ പോകുന്നത് എന്താണ്? ഇന്നത്തെ കാലത്ത് ആക്ച്വലി ശരിയായ ബിസിനസ് ശരിയായ സമയത്ത് ഉണ്ടായാൽ മാത്രം പോരാ, ഇനി വരാൻ പോകുന്ന കാലത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 3 വർഷത്തിന് ശേഷം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഏത് ബിസിനസ് ആണെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ 3 വർഷത്തിന് ശേഷം ടെക്നോളജി കൊണ്ടുവരാൻ പോകുന്ന ഇൻവേഷൻ എന്തൊക്കെയായിരിക്കാം, എന്തൊക്കെ തരത്തിലുള്ള ഡിസ്റപ്ഷൻസ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാൻ പോകുന്നു. 3 വർഷത്തിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് വേറെ ഏതെങ്കിലും തരത്തിൽ മറ്റാർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഓല, ഊബർ ഇതൊന്നും ശരിയായിട്ട് ആലോചിച്ച് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇതൊന്നും വലിയൊരു പുതിയ സംരംഭമായിട്ട് കരുതാനൊന്നും പറ്റില്ല. പക്ഷെ അവർ ഉള്ള ഒരു സംരംഭത്തെ, ഉള്ള ഒരു ബിസിനസ് രീതിയെ മാറ്റിയെടുത്തു. ടാക്സി എന്നുള്ളത് നമ്മൾ എത്രയോ വർഷമായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. എത്രയോ ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ് ടാക്സി. ആ ടാക്സി ഡ്രൈവർമാരെയും ടാക്സിയെയും അവർ അഗ്രിഗേറ്റ് ചെയ്ത് പാസഞ്ചേഴ്സിന് കൂടുതൽ കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ അവർ ക്രിയേറ്റ് ചെയ്തു. സംഭവിച്ചത് പല ടാക്സി ഓപ്പറേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ടാക്സികൾ അഗ്രിഗേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പല ഓഫീസുകളും ഇന്ന് അടച്ചുപൂട്ടപ്പെട്ടു. സോ ഇതെല്ലാം ഇന്നവിറ്റബിൾ ആണ്. ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഇതിനെതിരെ യുദ്ധം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇത്തരത്തിലുള്ള ടാക്സികൾ വരുന്നതിനെതിരെ അല്ലെങ്കിൽ ഓലയ്ക്കെതിരെയോ ഊബറിനെ പോലെയുള്ള ഓൺലൈൻ അഗ്രിഗേറ്റേഴ്സിനെതിരെ യുദ്ധം ചെയ്ത് ഒരിടത്തും നമുക്ക് എത്താൻ പറ്റില്ല. നമ്മൾ കാലത്തിന് വരാൻ പോകുന്ന മാറ്റത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളുടെ ബിസിനസ്സിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. So being in the right business in the right time is very, very important.